എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിന്താമണി കൊലക്കേസ്, ദ്രോണ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം AK സാജൻ, ഷാജി കൈലാസ് കൂട്ടുകെട്ടിലെത്തിയ വരവ് എന്ന പുതിയ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സിനിമ ഇന്ന് റിലീസ് ചെയ്തു, ഇന്ന് തന്നെ കണ്ടു. ഈ സിനിമയിൽ ജോജു ജോർജാണ് നായകൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് ജോജു. പുള്ളിയുടെ ചിരി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അദ്ദേഹം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ അറിയാലോ, സ്ക്രീൻ മുഴുവനും നിറഞ്ഞു നിൽക്കും. ഒരു സിംഹത്തിൻ്റെ ഒരു എടുപ്പുണ്ട് പുള്ളിയുടെ നടത്തത്തിനും നോട്ടത്തിനും എല്ലാം. അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ട്. ജോജു ജോർജ്, സുകന്യ, അർജുൻ അശോക്, മുരളി ഗോപി, അസീസ് നെടുമങ്ങാട്, വിംസി, ഷാനി അയ്യപ്പൻ, കോട്ടയം രമേശ്, പുള്ളി പതിവ് പോലെ തന്നെ ഡ്രൈവറായിട്ട് ഈ സിനിമയിലുണ്ട്. അങ്ങനെ പിന്നെ ബൈജു, ചെറിയ ചെറിയ വേഷങ്ങൾ വന്നു പോകുന്ന ഒരുപാട് താരങ്ങളുണ്ട്. ഈ സിനിമയ്ക്ക് വരവ് എന്നുള്ള പേര് കൊടുത്തത് ഷാജി കൈലാസിന് തിരിച്ചു വരവാണോ അതോ ജോർജ് ജോർജിൻ്റെ വരവാണോ, അതാണ് മനസ്സിലാവുന്നത്. ഷാജി കൈലാസിനെ നമുക്കറിയാം, നല്ല ഗംഭീരമായിട്ട് സിനിമ മേക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരാളാണ്. ഈ സിനിമയിലും അദ്ദേഹം അത് ആവർത്തിച്ചിട്ടുണ്ട്. നല്ല ഷോർട്സുകളും നല്ല കട്ട്സുകളൊക്കെയാണ്. പക്ഷേ എന്താണ് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥ കംപ്ലീറ്റ് പാളിപ്പോയി. AK സാജൻ്റെ തിരക്കഥ എന്ന് പറയുന്നത് എന്താ പറയുന്ന ഒരു വട്ടപൂജ്യം ശരിക്കും കൊടുക്കാം. അതിന് കഥയ്ക്കും തിരക്കഥയ്ക്കും സംഭാഷണത്തിനും. സംഭാഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഞ്ച് എന്താ പറയേണ്ടത്, നമ്മുടെ ഈ സ്കൂൾ നാടകങ്ങളില്ലേ, സീരിയൽ, ആ ലെവലിലുള്ള സംഭാഷണങ്ങൾ. അങ്ങനെ സിനിമയ്ക്ക് എന്താ പറയുന്ന ഒരു കണക്ഷനില്ല ഒന്നുമായിട്ടും. സംഭവങ്ങളായിട്ടൊന്നും പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ ജോർജ് ജോർജിൻ്റെ പോൾസൺ എന്ന് പറയുന്ന കഥാപാത്രം പരോളിൽ ഇറങ്ങുന്നതാണ് 10 ദിവസത്തേക്ക്. ആ ഇറങ്ങുന്ന തന്നെ ഒരുപാട് കണക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അർജുൻ അശോക് കുറച്ച് നേരമായിട്ടുള്ളൂ, പക്ഷെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല, അദ്ദേഹം അബ്സ്കോണ്ടാണ് കുറച്ച് കാലമായിട്ട്. അപ്പോൾ അതിന് കാരണക്കാരെ കണ്ടുപിടിച്ച് അവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത്. നമുക്ക് സിനിമ തുടങ്ങാൻ തന്നെ മനസ്സിലാവും. അതിൽ വലിയ സസ്പെൻസ് ഒന്നുമില്ല. അദ്ദേഹത്തിന് 2-3 സഹോദരങ്ങളാണ്. ഒന്ന് സുകന്യയൊക്കെ അഭിനയം മറന്നുപോയി തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ നാടകം പോലെയുള്ള ഡയലോഗുകൾ മുഴുവനും അധികവും പറയുന്ന സുകന്യാണ്. സീരിയലിലുള്ള പോലത്തെ ഓവർ എക്സ്പ്രഷൻ, ഓവർ സെൻറ്റിമെൻറ്റ്സ്, കണ്ണീര്, അയ്യോ ഒന്നും പറയണ്ട. പിന്നെ ഒന്ന് അർജുൻ അശോക്, പിന്നെ നമ്മുടെ അയാളുടെ പേര്, ഒരുപാട് സിനിമകളിൽ പുള്ളി വന്ന് അഭിനയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ സിനിമയിൽ ഒരുവിധം കുളാക്കി വെച്ചിട്ടുണ്ട്. ബാബുരാജുണ്ട് ഇതിൽ, ദീപക് പറമ്പോൾ, പിന്നെ ഷമ്മി തിലകൻ്റെ മകൻ അഭിമന്യു ഷമ്മി തിലകൻ. കഠൂര വില്ലനാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, ഒരു വാക്ക് സംഭാഷണം നല്ല സൗണ്ടൊക്കെയാണ്, പക്ഷെ അഭിനയം ഒരു രക്ഷയില്ല. മുഖത്ത് ഒരു എക്സ്പ്രഷൻ വരുന്നില്ല. പുള്ളിൻ്റെ മാർക്കോൻ്റെ അതേ സ്റ്റൈൽ പിടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ മറ്റേ ബേബി ഗേളിലും കുറച്ച് സമയം ഉണ്ടായിരുന്നല്ലോ പോലീസ് ഓഫീസറായിട്ട്. അച്ഛൻ്റെ അഭിനയശേഷിയും മുത്തച്ഛൻ്റെ അഭിനയശേഷിയും തീരെ പറഞ്ഞു കിട്ടിയില്ല. അപ്പോൾ ഈ നടന്മാരൊക്കെയാണ്, നടന്മാരാണ് ഈ സിനിമയിൽ കാര്യമായിട്ട് വരുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത് മുരളി ഗോപിൻ്റെ അവരെയാണ്. മുരളി ഗോപി ഇതിൽ വില്ലൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾക്ക് ഒരു പ്രത്യേക സൗണ്ടിൻ്റെ ആ ഒരു സൗണ്ട് ട്രാക്കിൽ പ്രത്യേക ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഗംഭീരമായിട്ടുള്ള സൗണ്ട് അദ്ദേഹത്തിന്. ആ സംഭാഷണങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് എഴുതിയതുകൊണ്ട്, ഇല്ലാണ്ട് സാജൻ എഴുതിയാവാൻ സാധ്യതയില്ല. കാരണം മറ്റുള്ളവരുടെ ഡയലോഗൊക്കെ ശോകമാണ്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു കഥ. ഇതിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, മരണങ്ങൾ നടക്കുന്നുണ്ട്. ആരെയാണ് കൊല്ലുന്നത്, എന്തിനാണ് വേണ്ടിയിട്ടാണ് കൊല്ലുന്നതെന്നൊന്നും സാധാരണ പ്രേക്ഷകന് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഇൻ്റർവെല്ല് വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോൾ ഞാനൊരു സുഹൃത്തിനെ കണ്ടു. പുള്ളിയോട് ചോദിച്ചു, കഥ വല്ലതും മനസ്സിലായെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല, എനിക്ക് വേറെ സെക്കൻഡ് ഹാഫിൽ മനസ്സിലാവുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ കയറി. സിനിമ വീണ്ടും പഴയ അവസ്ഥ തന്നെ, ഗ്രാഫ് താഴോട്ടാണ് പോകുന്നത്, താഴോട്ട് പോകുന്നു. ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർ നന്നായിട്ട് തന്നെ പണിയെടുത്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത്, അതായത് ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്ന ശരവണ. ഹിൽ സ്റ്റേഷനാണ്, അതുകൊണ്ട് ആര് ക്യാമറ കൊണ്ട് വെച്ചാലും അത് നന്നായിട്ട് വരും. പക്ഷേ ഇദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജി കൈലാസിൻ്റെ സ്റ്റൈൽ അറിയാമല്ലോ, 90 ഡിഗ്രി ചരിച്ച് ഇതാക്കി കറക്കി പിടിച്ച് നമ്മളെ ഒരു എന്താ പറയുന്ന ഒരു വിസ്മയ ലോകത്ത് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. അതിൻ്റെ ആ ഒരു കറക്റ്റ് മീറ്റർ പിടിച്ചിട്ട് തന്നെ ശരവണം ചെയ്തിട്ടുണ്ടായി.
പിന്നെ എഡിറ്റിംഗ് കുറച്ച് ഫാസ്റ്റാണ്. ഷമീർ മുഹമ്മദ്, ഷാജി കൈലാസിൻ്റെ സ്ഥിരം എഡിറ്റർ. വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. സിനിമ അങ്ങനെ ബോറടിക്കുന്നൊന്നുമില്ല. 2.5 മണിക്കൂറുണ്ട് സിനിമ ഏകദേശം. പിന്നെ എടുത്തു പറയാനുള്ളത്, ഇതിൽ 5 ഫൈറ്റ് കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്. എന്തിനാണ് ഇവരൊക്കെ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. മാഫിയ ശശി മുതൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ വരെ ഇതിൽ ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈറ്റ് സീൻ എന്ന് പറയുന്നത് ജോജുവിൻ്റെ ആ ഒരു ഫൈറ്റിൻ്റെ രീതി നിങ്ങൾക്കറിയാം. ഓരോ ഇടി എന്ന് പറയുന്നത് ഓരോ കിൻഡലാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ജോജു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ പൊറിഞ്ചു മറിയം എന്നുള്ള സിനിമയും പിന്നെ ആൻ്റണി, പണി, ഈ സിനിമയെല്ലാം ശരിക്കും ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ. അദ്ദേഹത്തിൻ്റെ ആ മുണ്ട് മടക്കി കുത്തുന്ന ഒരു സ്റ്റൈലുണ്ട്. ആ ഫുള്ളിങ്ങനെ അയർ കംപ്ലീറ്റ് അങ്ങ് ആക്കിയിട്ട് പിന്നെ രണ്ടാമത്തെ ഒരു കുത്തലുണ്ട്. അത് ജോജുവിൻ്റെ മാത്രം സ്റ്റൈലാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു രോമാഞ്ചം തോന്നും. പിന്നെ അദ്ദേഹം ഒരു 5-6 ആൾക്കാരിൽ ഇടിച്ചിടുക എന്ന് പറയുന്നത് നമുക്കൊരു അവിശ്വസനീയമായിട്ട് തോന്നില്ല. കാരണം അത് അമ്മമാരുള്ള ശരീരമല്ലേ പുള്ളിയുടെ. അപ്പോൾ ആ രംഗങ്ങളെല്ലാം ജോജു നന്നായിട്ടാണ് ശോഭിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ടത്ര അഭിനയിക്കാനുള്ളൊരു സ്പേസ്, അല്ലാണ്ട് വ്യത്യസ്തമായിട്ടുള്ള എക്സ്പ്രഷൻസ് വരുന്ന സീനുകളൊന്നും തന്നെ ഈ സിനിമയിലില്ല. അത് ആർക്കുമില്ല. അതാണ് മുരളി ഗോപിൻ്റെ ആ ഒരു പ്രകടനം ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ശോകത്തെ പറയാൻ പറ്റില്ല. പിന്നെ അസീസ് നിർമ്മമാണ്, അദ്ദേഹം നല്ലൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച വീണയും 1-2 സീക്വൻസിൽ നന്നായിട്ടുണ്ട്. ഇതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കഥയ്ക്ക് തമ്മിലൊരു കണക്ഷനുമില്ല. ഇയാൾ പ്രതികാരം ചെയ്യുന്നു, പോകുന്നു. ഇതിൽ അർജുൻ അശോകൻ്റെ പേര് വില്യംസ് ആണ്, വില്ലി എന്നാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട്, വില്ലി വരും, വില്ലി വരും. ഇവരുടെ തന്നെ കൂട്ടുകെട്ടിലുള്ള AK സാജൻ, ഷാജി കൈലാസ് കൂട്ടുകെട്ടിലുള്ള ദ്രോണ എന്ന് പറയുന്ന സിനിമ കണ്ടവർക്ക് അറിയാം. അതിൽ സാവിത്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പറയുന്നതിൽ വില്ലി വില്ലി എന്ന് പറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി കൈലാസ് ഇനി മേൽപോട്ട് നന്നാവാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പഴയ ഫ്രെയിമുകൾ, പഴയ അതേ രീതികൾ, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം പരീക്ഷിക്കുന്നത്. അതൊന്നാമത് തിരക്കഥാകൃത്തിൻ്റെ പരാജയം കൂടിയാണ്. കാരണം തിരക്കഥയിലൊന്നുമില്ല, ഈ എഴുത്തിനൊരു ശക്തിയുണ്ട്. സിനിമയുടെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് തിരക്കഥയാണ്. അപ്പോൾ ആ തിരക്കഥ നന്നായിട്ടില്ലെങ്കിൽ സിനിമ ആകെ വഷളാവും. മുമ്പ് ഏതൊരു പാശ്ചാത്യ സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുമ്പേ കണ്ടിട്ടുള്ളതുകൊണ്ട്, തിരക്കഥ എഴുതി കഴിഞ്ഞപ്പോൾ സിനിമ പൂർത്തിയായി, ഇനി അത് ഷൂട്ട് ചെയ്യായി കൊണ്ടുവന്നത്. അപ്പോൾ അതാണ് തിരക്കഥേൻ്റെ ഒരു മാന്ത്രികത എന്ന് പറയുന്നത്. പിന്നെ ഞാൻ സംഭാഷണത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. ജോജോ ജോർജിന് അധികം സംഭാഷണമൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ മുഖ്യമന്ത്രി ഓരോന്ന് പറയുന്നില്ല, ഭയങ്കര ഘനത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് അത് മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഒരു വെറും ആവറേജ് പ്രകടനം മാത്രമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തിയേറ്റർ വാച്ചബിൾ മൂവിയാണത്. ഒരു 1 ടൈം തിയേറ്റർ വാച്ചബിൾ മൂവി. അത്രേ എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു സസ്പെൻസ് ഇല്ല, ത്രില്ലിംഗ് ഇല്ല, ട്വിസ്റ്റില്ല. അവസാനം ഒരു ട്വിസ്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ വൻ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ശോകം. അത്രയേ ഉള്ളൂ. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് പോയി നിരാശയോട് കൂടിയിട്ട് മടങ്ങേണ്ട ഒരവസ്ഥ വന്നു. ഇപ്പോൾ ഷാജി കൈലാസും ജോജും കൂടെ ഒന്നിക്കുമ്പോൾ എന്തൊക്കെയോ ഭയങ്കര മിറാക്കിൾ സംഭവിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ട്രെയിലറും അങ്ങനെ ഒരു സൂചന തരുന്നുണ്ട്. ട്രെയിലർ കണ്ടവർക്ക് അത് മനസ്സിലാവും യൂട്യൂബിൽ. അപ്പോൾ തീരെ മോശമല്ല, ജസ്റ്റ് ആവറേജ്. അത്രേ ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. അതോടുകൂടി ഈ സിനിമയുടെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത് ലോകകപ്പ് ഇതിനെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞിട്ടില്ല. ലോകകപ്പിൽ അർജൻറ്റീനയും സ്പെയിനും ഫൈനലിലെത്തിയിരിക്കുകയാണ്. അർജൻറ്റീന ഫൈനലിലെത്തിയത് മെസ്സിൻ്റെ ആ ഒരു കഴിവുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ലോകകപ്പിൽ അർജൻറ്റീന ജയിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മെസ്സി ഇനി റിട്ടയർ ചെയ്യുന്നുള്ളൂ. ഇല്ല, ഈ ലോകകപ്പിനും അദ്ദേഹം അതേ ഫിറ്റ്നസ്സോടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒരു ലോകകപ്പും കൂടെ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് 42 വയസ്സാവും, 38 വയസ്സായി. പിന്നെ സ്പെയിൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു സൈലന്റ് കില്ലറാണ്. വളരെ നിശബ്ദമായിട്ടൊരു പൂച്ചേനെ പോലെ പതുങ്ങി വന്ന് മെല്ലെ ഫൈനലിലേക്ക് കയറിയൊരു ടീമാണ് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഫൈനൽ കാണാം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ കൂട്ടത്തിൽ ആ കാര്യം കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഇതോട് കൂടിയിട്ട് ഈ സിനിമയെക്കുറിച്ച് ഉള്ള എൻ്റെ വിവരണം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഒപ്പീനിയൻ കണ്ടിട്ട് ആരും സിനിമ കാണാതിരിക്കരുത്, അത് ഞാൻ വീണ്ടും പറയുകയാണ്. ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്, ഒരു റിവ്യൂ എന്നൊന്നും പറഞ്ഞോളാം. അപ്പോൾ തിയേറ്ററിൽ ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്. ഒന്നാമത് ആ ഫൈറ്റ് സീൻസ് അല്ലേ, ആ ജോർജിൻ്റെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജി കൈലാസിൻ്റെ ആ മേക്കിംഗ്, ഈ ഫൈറ്റ് കോറിയോഗ്രാഫീൻ്റെ മേക്കിങ്ങിനകത്ത് തന്നെ ഒരു പ്രത്യേക പ്രാഗൽഭ്യമുണ്ട്. അത് ഈ സിനിമയിലും അദ്ദേഹം ശരിക്കും നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ബാക്കി തിരക്കഥയും സംഭാഷണവും പിന്നെ തീമും അതൊരു വിശ്വസനീയമായിട്ടുള്ള ഒരു കഥയല്ല, ഒരു ലോജിക്കില്ല സിനിമയ്ക്ക് മൊത്തം.
ആ കഥയ്ക്ക് ലോജിക്കില്ല. ആ ലോജിക്കില്ലായ്മ സിനിമയിൽ ഉടനീളം മുളച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ആണ് ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനുള്ളത്. ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിപ്പോകും. ഇന്ന് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ജോജുവിനെയും ഷാജി കൈലാസിനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു തവണ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുക. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.